ഡാ നീ ഇന്ന് നേരത്തെ വന്നോ? അല്ലടാ കുറച്ചു നേരം ആയതേ ഉള്ളൂ. ഇന്ന് നീ ക്ലാസ്സിൽ കയറുന്നുണ്ടോ? കയറണോ വേണ്ടെന്ന് ആലോചിക്കുന്നേ. നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ കോളേജിൽ നിന്ന് IV പോകുന്നുണ്ട്? വാവ്, അത് കൊള്ളാമല്ലോ. എന്തായാലും ഇവിടെ നിന്നൊരു റിലീഫ് കിട്ടും. എവിടേക്കാ പോകുന്നതെന്ന് അറിഞ്ഞോ? ഇല്ല ഇല്ല, അത് ഇതുവരെ തീരുമാനമായിട്ടില്ല. എത്ര ഡേയ്സിൻ്റെയാ? 10 ദിവസത്തെ എന്നാ പറയുന്നത്. എടാ നിങ്ങൾ അവിടെ സ്റ്റാഫ്സ് വിളിക്കുന്നു. എൻ്റെ പൊന്നെ, ഇതെന്ത് കുത്തബ് മീനാറാണോ? നീ അടുത്ത തവണ വരുമ്പോൾ ഒരു ചെയർ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറി നിന്ന് നിനക്ക് സംസാരിക്കാമല്ലോ. നിന്നെ നോക്കി നോക്കി കഴുത്ത് വേദനിക്കുന്നു. എന്നെ നോക്കാൻ ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു. ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതിയായിരുന്നല്ലോ. മാം പറഞ്ഞാൽ ഞാൻ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. നീ എന്തിനാണ് അവളുടെ അടുത്ത് എപ്പോഴും അടി വെക്കുന്നത്? വെറുതെ ഒരു രസം. രാവിലെ വന്നോടെ എൻ്റെ അടുത്ത് അടി വെക്കാൻ തുടങ്ങിക്കോളും. ഓക്കേടാ, എന്നാൽ നമുക്ക് ക്ലാസ്സിൽ പോയാലോ? ആ ഓക്കേടാ. ഓക്കെ, എല്ലാ സ്റ്റുഡൻസും എത്തിയിട്ടുണ്ടല്ലോ. ആ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ വിസിറ്റിനെ പറ്റി പറയാനാണ് ഞങ്ങൾ വിളിച്ചത്. മാം, എവിടെയാണ് നമ്മൾ പോകുന്നത്? IVയും നിങ്ങളുടെ ടൂറും ഒരുമിച്ചാക്കാനുള്ള പ്ലാൻ. അതുകൊണ്ട് ഗോവ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ആ ഗോവ മതി, ഗോവ മതി. അയ്യേ, ഗോവയോ? വേണ്ടായിരുന്നു. എടി, ഗോവ വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, അത് മതി. പാരൻസ് എഗ്രി ചെയ്തതായിട്ടുള്ള ഒരു ലെറ്റർ എഴുതി തരണം. പിന്നെ ഡിസിപ്ലിൻ എല്ലാവരും പാലിക്കണം, അല്ലെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. ഓക്കെ ഓക്കെ സാർ. ഹേ അഞ്ജലി, രാവിലെ കണ്ടില്ലായിരുന്നല്ലോ, എവിടെയായിരുന്നു? ഞാനിന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. ആ ഓക്കെ ഓക്കെ. എല്ലാവരും ട്രിപ്പിന് കാണുമല്ലോ. അതെ അതെ, എൻ്റെ കാര്യം ഡൗട്ടാണ്. കമ്പൽസറി എന്നല്ലേ പറഞ്ഞു, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, ഇയാൾ അന്വേഷിക്കണ്ട. ഷേടാ, ഇതെന്താ, ഒന്നും പറയാനും പാടില്ലേ? അഞ്ജലി വരുമല്ലോ. അതെ അതെ, ഞാൻ വരും. അഞ്ജലി വരുമല്ലോ. എന്തൊരു ഷോ. സാറാ, ഇയാൾ വരുമോ? ആ ഞാൻ വരും അർജുൻ. ഇവിടെ എന്താ കപ്പിൾസ് മീറ്റിംഗ് ആണോ? അപ്പം ഞാൻ ഒറ്റയ്ക്കായി. എടാ സാറാ, ഞാൻ ക്യാൻറ്റീനിൽ കാണും. ഇത് കഴിയുമ്പോൾ നീ അവിടെ വന്നേക്കേ. ലീന എന്താ ഇങ്ങനെ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. വേറെ എന്താ അഹങ്കാരം? അവള് നല്ല കുട്ടിയാ. അല്ല, കുറച്ച് അഹങ്കാരം കൂടുതലാ. എന്തൊരു ബോർ കോളേജാ. ട്രിപ്പിന് പോകാൻ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. കമ്പൽസറി അല്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു. ലീന, എന്താ തന്റെ പ്രശ്നം? പറയടോ. അതിന് എനിക്കൊരു പ്രശ്നമില്ലല്ലോ. പിന്നെ എന്താ താൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? ഞങ്ങളുടെ കൂടെ കൂടാൻ ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നുമല്ല. സാറാ, ടൈം കഴിഞ്ഞാൽ പോകുന്നേ. ബൈ. ഷോ, ഈ കുട്ടി എന്താ ഇങ്ങനെ? ചിലപ്പോൾ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത കുട്ടിയായിരിക്കും, അതായിരിക്കും. ഏതായാലും അവളുടെ ഈ ക്യാരക്ടർ നമുക്ക് മാറ്റിയെടുക്കണം. അതേതായാലും കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ശരിയായിക്കോളും. ഏതായാലും അവള് ട്രിപ്പിന് വരെയല്ലേ, അപ്പം നമുക്ക് സെറ്റാക്കാം. അവൾ ട്രിപ്പിന് വരുമോ ഇല്ലെന്ന് ഉറപ്പില്ല. എൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഇല്ല എന്നാ പറഞ്ഞേ. ഏതായാലും വന്നേ പറ്റൂ, കമ്പൽസറി അല്ലേ. അവള് വരുമായിരിക്കും. അതിരിക്കട്ടെ, അഞ്ജലി എവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് മാറി നിന്നത്. ആ കുട്ടിയുടെ ക്യാരക്ടറൊന്നും എനിക്കിഷ്ടമല്ല. ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ടൈം ആയല്ലോ. എന്താ കാര്യം? എന്താ നിനക്കൊരു വിഷമം? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലാന്നൊന്നും നീ കള്ളം പറയണ്ട. എന്താ കാര്യം പറയും. അമ്മ, അത് കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നു. കമ്പൽസറി ആണെന്ന്. എനിക്കാണെങ്കിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. എത്ര രൂപയാ? 8000 രൂപയാവും. 8000? എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? കമ്പൽസറി ആയതുകൊണ്ട് പോയേ പറ്റൂ. ഏതായാലും ഞാൻ അച്ഛനോട് ചോദിച്ചു നോക്കട്ടെ. അമ്മേ. മമ്മി. എന്താ മോനു? മമ്മി, എനിക്കൊരു 8000 റുപ്പീസ് വേണമായിരുന്നു. പ്ലസ് ഒരു 5000 പോക്കറ്റ് മണി. എന്തിനാ? കോളേജിൽ നിന്നൊരു IV പോകുന്നുണ്ട്, അതിനാ. ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടേക്കാം. എത്ര ഡേയ്സിൻ്റെ ട്രിപ്പാ? 10 ദിവസം.